2 ഉരുളക്കിഴങ്ങൊക്കെ പിടിച്ചിട്ട് എന്താ ചെയ്യാന്നല്ലേ, നല്ലൊരു സ്നാക്സ് ഉണ്ടാക്കാം. കിഴങ്ങ് നമ്മൾ തൊലിയൊക്കെ കളഞ്ഞ് ഇതാ നോക്കിയേ, വെള്ളത്തിലേക്കാണ് ഗ്രേറ്റ് ചെയ്തിട്ട് കേട്ടോ. ഇത് നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുക്കാം കേട്ടോ. ഒരു സവോള ഉണ്ടല്ലോ, ചോപ്പ് ചെയ്ത് വെച്ചതാണേ, അതിട്ട് കൊടുത്തു. ഒരു പച്ചമുളകും അതുപോലെ തന്നെ ചെറുതാക്കി അരിഞ്ഞതാണേ. കറിവേപ്പിലയും കുറച്ചിങ്ങനെ ചെറുതാക്കി അരിഞ്ഞു. ഒരു കുഞ്ഞു കഷ്ണം ഇഞ്ചി അതും കൂടെ അരിഞ്ഞിട്ട് കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്യണേ. ഇനി നമുക്ക് കുറച്ച് അരിപ്പൊടി ആയിട്ട് കൊടുക്കണം കേട്ടോ ഇതിനകത്തോട്ട്. ഇതിന് നമുക്ക് കൈ കൊണ്ടൊന്ന് നന്നായിട്ട് കുഴച്ചെടുക്കണം. മാവ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇതിങ്ങനെ തന്നെ പൊരിക്കാം. ഇനിയിപ്പോൾ അതിനകത്ത് ഇച്ചിരി ചീസ് വെക്കണമെന്നുണ്ടെങ്കിൽ ഇച്ചിരി ചീസും വെക്കാം കേട്ടോ. പിള്ളേർക്ക് ഇച്ചിരി വേണമെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാത്തിലും ഞാൻ വെക്കുന്നില്ല. അവന്മാർക്ക് ഇച്ചിരി ചീസ് ബോൾ വേണമെന്ന് പറഞ്ഞുകൊണ്ടാ. ഏത് ഷേപ്പിൽ വേണമെങ്കിലും എടുക്കാം കേട്ടോ. ചെറുതാക്കാം, വലുതാക്കാം, അപ്പോൾ എങ്ങനെ വേണമെങ്കിലും ആക്കാം. നമുക്ക് അതിലേക്ക് ഓരോന്നങ്ങ് ഇട്ടും കൊടുത്തേക്കാം. നമ്മുടെ കിഴങ്ങ് ബോൾസ് ഒക്കെ ഇതാ നോക്കിയേ, നല്ല പോലെ ഒന്ന് ചുമന്ന് വന്നിട്ടുണ്ട്. നമുക്ക് പതിയെ കോരിയെടുക്കാവേ. ഇതുപോലെ നമുക്ക് ബാക്കിയെല്ലാം ഇങ്ങനെ കോരിയെടുക്കണം. നല്ല അടിപൊളി കിഴങ്ങിന്റെ ഒരു ബോള് എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ. നല്ല ടേസ്റ്റുമാണ്. നല്ല ചൂടായതുകൊണ്ട് ടേസ്റ്റ് ചെയ്ത് കാണിച്ചു തരാൻ നിവൃത്തിയില്ല. അപ്പം ഇനി ബാക്കി എല്ലാം ഉണ്ടാക്കാനും ഉണ്ട്. അപ്പൊ എല്ലാം ഒന്ന് റെഡി ആയിക്കോട്ടെ. അപ്പൊ പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. ബൈ.